പുതിയ UDF സർക്കാരിന്റെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് പട്ടിക കൈമാറി. മുഖ്യമന്ത്രി ധനകാര്യവും നിയമവും കൈകാര്യം ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്കും ആരോഗ്യ വികസന വകുപ്പുകൾ K മുരളീധരനും ലഭിച്ചു. അവസാന നിമിഷം വരെ സണ്ണി ജോസഫിനായി നിശ്ചയിച്ചിരുന്ന റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന് നൽകി. വൈദ്യുതി വകുപ്പിന്റെ ചുമതലയാണ് സണ്ണി ജോസഫിന് നൽകിയിരിക്കുന്നത്. പുതിയ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത മൂന്നാം ദിവസം മന്ത്രിമാരുടെ വകുപ്പുകളിൽ അന്തിമ തീരുമാനമായി. മുഖ്യമന്ത്രി VD സതീശൻ വകുപ്പുകളടങ്ങിയ പട്ടിക ഗവർണർക്ക് കൈമാറി. ധനകാര്യം, നിയമം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്കാണ്. അവസാന നിമിഷം വരെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനായി നിശ്ചയിച്ചിരുന്ന റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന് നൽകി. പകരം സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പാണ് നൽകിയത്. വിവാദങ്ങൾക്കൊടുവിൽ ലീഗ് നേതാവ് VE അബ്ദുൾ ഗഫൂറിനാണ് ഫിഷറീസ് വകുപ്പ് നൽകിയിരിക്കുന്നത്. പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിന്റെ ചുമതല നിലവിൽ ആർക്കും നൽകിയിട്ടില്ല. വകുപ്പ് വിഭജനത്തിൽ തർക്കങ്ങളൊന്നുമില്ലെന്നും ചർച്ചകൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും. M ലിജു സഹകരണം, എക്സൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ടൂറിസം, സാംസ്കാരികം, സിനിമ എന്നീ വകുപ്പുകളുടെ ചുമതല PC വിഷ്ണുനാഥിനാണ്. T സിദ്ദിഖ് കൃഷി, വെയർഹൌസിംഗ്, കോർപ്പറേഷൻ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി ചുമതലയേൽക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല റോജി M ജോണിനാണ് നൽകിയിരിക്കുന്നത്. OJ ജനീഷ് കായികം, യുവജനക്ഷേമം, രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. KA തുളസി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT എന്നീ സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കും. VE അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ്, സാമൂഹ്യക്ഷേമം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിട്ടുള്ളത്. PK ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും കൈകാര്യം ചെയ്യും. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ വികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരിക്കും. ജലവിഭവം, ഭവന നിർമ്മാണം എന്നീ വകുപ്പുകളുടെ ചുമതല മോൻസ് ജോസഫിനാണ്. ഷിബു ബേബി ജോൺ വനം, നൈപുണ്യ വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കും. അനൂപ് ജേക്കബ് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ലീഗൽ, മെട്രോളജി എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. പഠനം ഇവിടെ ആരംഭിക്കുന്നു.